നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. UDF ജാഥകളിൽ നിന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പിന്മാറാൻ നീക്കം നടത്തുന്നതായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യമേഖലാ ജാഥ ക്യാപ്റ്റനായി നിശ്ചയിച്ച CF തോമസ് പിൻവാങ്ങിയതിന് പകരം പുതിയൊരാളെ KM മാണി നൽകിയിട്ടില്ല. വിവിധ മേഖലകളിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റും KM മാണി ഇതുവരെ UDF നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടില്ല. ബാർക്കോഴ കേസെന്ന വലിയ കടമ്പയിൽ നിന്നും വേഗത്തിൽ രക്ഷ നേടാൻ ഒരു ശ്രമം കൂടി നടത്തുകയാണ് കേരള കോൺഗ്രസ് എം. ഈ മാസം 19 ആരംഭിക്കുന്ന മേഖലാ ജാഥയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന സൂചന നൽകിയാണ് മാണിയുടെ പുതിയ സമ്മർദ്ദതന്ത്രം. ആദ്യപടിയായി മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് CF തോമസിനെ പാർട്ടി പിൻവലിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളാലാണ് CFന്റെ പിന്മാറ്റം എന്ന് വരുത്തിയാണ് മാണി നീക്കം നടത്തിയത്. ഇതുകൂടാതെ UDF നേതൃത്വം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മറ്റു 3 മേഖലാ ജാഥകളിലും പ്രതിനിധികളെ നൽകാനും ഇതുവരെയും തയ്യാറായിട്ടില്ല. നേരത്തെ പലതവണ കേരള കോൺഗ്രസ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് കുറ്റപത്രം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നടക്കാതെ വന്നതോടെയാണ് മേഖലാ ജാഥ തന്നെ ആയുധമാക്കി മാണിയുടെ പുതിയ തന്ത്രം. അതേസമയം ജോസ് കെ മാണിയെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും KM മാണി നീക്കം നടത്തിയിരുന്നു. ഘടകകക്ഷികളുടെയും കോൺഗ്രസിന്റെയും എതിർപ്പിനെ തുടർന്നാണ് ഇത് നടപ്പാകാതെ വന്നത്. G ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസ് M ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, UDF നേതൃയോഗത്തിൽ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി CF തോമസിനെ തീരുമാനിച്ചത് എങ്ങനെയാണ്? താങ്കളാണല്ലോ അതിൽ ഉപക്യാപ്റ്റൻ. എപ്പോഴാണ് CF തോമസ് പിന്മാറിയത്? പകരം ആരെയെങ്കിലും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ? പ്രകാശ്, ഇത് UDFന്റെ കക്ഷി നേതാക്കളുടെ യോഗം കഴിഞ്ഞ 16-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. അന്ന് കൂടിയ യോഗത്തിൽ വെച്ച് 4 മേഖലാ ജാഥകൾ നടത്തുവാനുള്ള തീരുമാനം അന്തിമമായി എടുക്കുകയും ആ 4 മേഖലാ ജാഥകൾ ആരെല്ലാം നയിക്കണമെന്നും ആ ജാഥകളിൽ ആരെല്ലാം വൈസ് ക്യാപ്റ്റന്മാരാകണമെന്നുള്ള തീരുമാനം ആ യോഗത്തിലുണ്ടായി. അതനുസരിച്ച് മധ്യമേഖല എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം 4 ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യമേഖല. ആ മധ്യമേഖലയുടെ ക്യാപ്റ്റനായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആൾ വരണമെന്നാണ് തീരുമാനമുണ്ടായത്. ഉടനെ തന്നെ മാണി സാറ് CF തോമസിന്റെ പേര് പറയുകയുണ്ടായി. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ സ്വീകാര്യനാണ്, കാരണം അദ്ദേഹം മുതിർന്നൊരു നേതാവാണ്. ആ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായി എന്നെയും നിർദ്ദേശിച്ചു. അങ്ങനെ എല്ലാ 4 മേഖലകളിലും ക്യാപ്റ്റന്മാരെയും വൈസ് ക്യാപ്റ്റന്മാരെയും നിയോഗിച്ച് ജാഥകൾക്കുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങളുടെ വാർത്ത വന്നു. ഞങ്ങൾ 4-ാം തീയതി എറണാകുളത്ത് UDFന്റെ പ്രവർത്തക സമ്മേളനം കൂടുകയുണ്ടായി. ആ യോഗം ബഹുമാനായ UDFന്റെ കൺവീനർ PP തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ വെച്ച് ജാഥയുടെ വിശദാംശങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി. എറണാകുളം ജില്ലയിലെ ജാഥയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി. അന്ന് ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് കൂടിയ UDF യോഗം ആ ജില്ലയിലെ ജാഥയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി. നാളെ ഇടുക്കിയിൽ ചേരുന്ന യോഗം നാളെ ആ ജില്ലയിലെ വിശദാംശങ്ങൾ തയ്യാറാക്കും. 8-ാം തീയതി ആലപ്പുഴയിലെ യോഗം അവിടുത്തെ വിശദാംശങ്ങളും തയ്യാറാക്കും. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി ഇതിനുള്ള ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് വാഹനത്തിൽ അടിക്കേണ്ട ഫ്ലെക്സ് ബോർഡുകൾ അത് സ്ഥാപിക്കുവാൻ വേണ്ടി CF തോമസ് ജാഥ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പടം പ്രാമുഖ്യം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പടം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ വിവരം അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ജാഥയിൽ പങ്കെടുക്കാൻ കഴിയില്ല, വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം പങ്കെടുക്കുകയില്ല, അതുകൊണ്ട് എൻ്റെ പേരും എൻ്റെ പടവും വേണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ പകരം ഒരാളെ 2 ദിവസത്തിനകം കേരള കോൺഗ്രസ് എം നിർദ്ദേശിക്കുമെന്നാണ് CF തോമസ് പറഞ്ഞത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ്. ശ്രീ ജോണി നെല്ലൂർ, ഈ കാര്യത്തിൽ ജോസ് കെ മാണിയെ ജാഥ ക്യാപ്റ്റനാക്കാൻ നീക്കം നടന്നതായി താങ്കൾക്ക് അറിവുണ്ടോ? അങ്ങനെ ജോസ് കെ മാണിയെ ക്യാപ്റ്റൻ ആക്കുകയാണെങ്കിൽ ആ ജോസ് കെ മാണിക്ക് കീഴിൽ വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അല്ല, ഇതിനകത്ത് മേലിലും കീഴിലും എന്നുള്ള വിഷയമൊന്നുമില്ല. ഇത് UDFന്റെ ഒരു ജാഥയാണ്. പക്ഷേ ജോസ് കെ മാണിയെ ക്യാപ്റ്റനാക്കാൻ ആലോചന നടക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, UDF നേതൃത്വം അന്ന് ചർച്ച ചെയ്തപ്പോൾ കക്ഷി നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ചർച്ച ചെയ്തപ്പോൾ UDFന്റെ തലമുതിർന്ന നേതാക്കന്മാർ തന്നെ ഈ ജാഥകൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് പൊതുവായ ഒരു ധാരണയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മേഖലയുടെ ക്യാപ്റ്റനായി RSPയുടെ സമന്വയ നേതാവ് NK പ്രേമചന്ദ്രനെ തീരുമാനിച്ചത്.
അതിൻ്റെ വൈസ് ക്യാപ്റ്റനായി ശ്രീ രാജൻ ബാബുവിനെ തീരുമാനിച്ചു. അതുപോലെ തന്നെ എറണാകുളത്തെ നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തു, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ മേഖലയുടെ ക്യാപ്റ്റനായി കോൺഗ്രസിൻ്റെ ഉന്നത നേതാവ് വൈസ് പ്രസിഡന്റ് ശ്രീ എം ബസറിനെ നിയോഗിച്ചത്. അതിൻ്റെ വൈസ് ക്യാപ്റ്റനായി ശ്രീ CP ജോണിനെ നിയോഗിച്ചു. മറ്റ് മലബാർ മേഖലയുടെ കണ്ണൂര്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് മേഖലയുടെ ക്യാപ്റ്റനായി മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ജനറൽ സെക്രട്ടറി KPA മജീദ്, അതിൻ്റെ വൈസ് ക്യാപ്റ്റനായി ജനതാദളിൻ്റെ കുഞ്ഞാലി. അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെ മാത്രമാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് എം ഒരു മുതിർന്ന നേതാവിനെ തന്നെ ക്യാപ്റ്റനായി നിയോഗിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് നേതൃയോഗത്തിൽ KM മാണി, CF തോമസിൻ്റെ പേര് പറയുന്നു, അതിനുശേഷം ഈ മേഖലയിൽ അത് സംബന്ധിച്ച വാർത്തകൾ വരുന്നു, എറണാകുളത്ത് 4-ന് ചേർന്ന പ്രവർത്തക യോഗത്തിൽ CF തോമസ് തന്നെ പങ്കെടുക്കുന്നു, അതിനുശേഷം CF തോമസ് മാറുന്ന സാഹചര്യം എന്ത്? പകരം ജോസ് കെ മാണിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചതായി വാർത്തകളുണ്ട്. അങ്ങനെ ജോസ് കെ മാണിയെ ഈ ജാഥയുടെ ക്യാപ്റ്റനായി തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് എം ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? പ്രകാശ്, കേരള കോൺഗ്രസ് പാർട്ടി UDF ജാഥയിൽ പങ്കെടുക്കുമോ എന്നുള്ള സന്ദേഹം ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ പ്രകടിപ്പിച്ചത് ശരിയല്ല. കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ഇരുന്നുകൊണ്ടാണ് ഈ ജാഥയുടെ കാര്യം തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഈ ജാഥാ സംബന്ധമായ ആലോചനാ യോഗങ്ങൾ എല്ലാ ജില്ലകളിലും ചേർന്നപ്പോൾ എല്ലാ ജില്ലകളിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങളുടെ ജാഥയുടെ പ്രതിനിധിയായി എറണാകുളം ജില്ലാ ക്യാപ്റ്റനായി നിയോഗിച്ചിരുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ CF തോമസ് MLA തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ വ്യക്തിപരമായ കാരണങ്ങളാലല്ല, മറിച്ച് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഈ ജാഥയിൽ ഉടനീളം പങ്കെടുത്ത് നയിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മറ്റൊരു നേതാവ് ഈ ജാഥ നയിക്കും. അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്ക് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. ഇനിയും 13 ദിവസങ്ങൾ കഴിഞ്ഞാണ് ജാഥ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റനെയും അതുപോലെ തന്നെ 4 മേഖലകളിലെ പങ്കെടുക്കുന്ന മേഖലാ പ്രതിനിധികളെയൊക്കെ പാർട്ടി ചെയർമാൻ KM മാണി സാറ്, വർക്കിംഗ് ചെയർമാൻ P ജോസ് സാറുമായി ആലോചിച്ചിട്ട് ഉടൻ തന്നെ പേര് കൊടുക്കും. ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്, മറ്റാരുടെയും പേര് ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ജോസ് കെ മാണിയുടെ പേര് ആലോചിച്ചു എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുന്ന നേതാവ് ആരായാലും അത് ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ തലമുതിർന്ന നേതാവ് വേണമെന്നേ ഉള്ളൂ, തല നരച്ച നേതാവ് വേണമെന്നൊന്നും ഒരു പാർട്ടിയും തീരുമാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന സംസ്ഥാന ഭാരവാഹികളിൽ ഒരാൾ ജാഥ ക്യാപ്റ്റനായിരിക്കും. മറ്റ് 4 നേതാക്കന്മാർ 4 മേഖലയിലും ഈ ഐക്യജനാധിപത്യങ്ങളുടെ ജാഥയിലെ അംഗങ്ങളായി പങ്കെടുക്കും. ബാക്കി അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ശ്രീ PC ജോർജ്, കേരള കോൺഗ്രസ് MLA ആണല്ലോ താങ്കൾ. ഈ രീതിയിൽ CF തോമസിനെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? പകരം അങ്ങോട്ട് മാണിയുടെ മകനെ ജാഥ ക്യാപ്റ്റൻ ആക്കാൻ ഉള്ള ആലോചനകൾ നടന്നിട്ടുണ്ടോ? അത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? പ്രകാശ്, സത്യത്തില് വസ്തുതാപരമായ കാര്യങ്ങൾ വിഷയങ്ങളിൽ ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മര്യാദയാണ്. സംഭവിച്ചെന്താ, UDF യോഗത്തിൽ CF തോമസിന്റെ പേര് മാണി തന്നെ പറയുന്നു. അത് കഴിഞ്ഞ് മാണി തന്നെ വിളിച്ച് CFയോട് പറയും, CFന് ക്ഷീണമല്ലേ, നമുക്ക് ജോസ് കെ മാണിയെ വെക്കാവുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് CF സംഭവിക്കുന്നു. അപ്പോൾ വേറെ പ്രശ്നമുണ്ടായി. ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ജോസ് കെ മാണിയും കൊണ്ട് ജീപ്പിയാത്ര നടത്താൻ ഞങ്ങളില്ലെന്ന് കോൺഗ്രസിന്റെ നേതാക്കളെ പറഞ്ഞു. അല്ലാതെ മാണി ഗ്രൂപ്പുകാരെല്ലാം പേര് സർവൻസ് അല്ലേ, അല്ലാതെ മാന്യന്മാർ വല്ലതും അതിനകത്തുണ്ടോ? ഞാൻ UDFന്റെ മാണി ഗ്രൂപ്പിന്റെ MLA എന്നോട് ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. എന്താണ് എന്നെ ചർച്ച ചെയ്യേണ്ട? ഈ കള്ളന്മാർ ചർച്ച ചെയ്യാതിരിക്കണം, മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ സംഭവിച്ചത് ജോസ് കെ മാണിയെ ക്യാപ്റ്റനായിട്ട് റൂളിക്കാൻ പറ്റുമോ? ഇങ്ങനെ കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് മംഗളക്കാർക്ക് പറ്റിയ അവസ്ഥ പറഞ്ഞില്ലേ? 10,000-കണക്കിന് ജനം ഇരിക്കുന്നത് ജോസ് കെ മാണിയെ സ്വീകരിക്കാൻ വിളിക്കുകയും വീഴുന്ന ജനം മുഴുവനായിട്ട് കൂവി കാറി തൂറി നാച്ച് അവനെ ഇറക്കി വിട്ടപ്പെടുന്നു. മനസ്സിലായോ? ജോസ് കെ മാണിയെ ആ ജോസ് കെ മാണിയുടെ ജീപ്പ് യാത്ര നടത്താൻ മനുഷ്യൻ വല്ല പോവുക. അതാണ് സത്യം. ജോസ് കെ മാണിയുടെ പേര് ചെലവാകില്ല. അത് ഈ കോൺഗ്രസ് MLA കൂട്ടുനിൽക്കാൻ തയ്യാറുള്ളെന്ന് പറഞ്ഞു. ജോണിയെപ്പോഴുള്ളവർ എന്തും കേൾക്കുന്നവരായതുകൊണ്ട് മര്യാദ പറയുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് സത്യം. ദയവായി തുടരുക. ശ്രീ അജയ് തറയിൽ, ജോസ് കെ മാണി അതുപോലെ KM മാണി ഇവർക്കെല്ലാം എതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ
ഇവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, അതിന് മറുപടി പറഞ്ഞ് UDFനെ അതിൻ്റെ ശരിമയെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മേഖലാ ജാഥകൾ നടത്തുന്നു. ആ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നതിനെ ചൊല്ലി തർക്കം ഉയരുന്നു. അതുപോലെ തന്നെ ചിലരെ പറ്റില്ല എന്ന് പറയുന്നു, ചിലരെ മാറ്റി നിർത്തുന്നു. എന്തുകൊണ്ട് ഈ വിവാദം എങ്ങനെ മറികടക്കും? പ്രകാശ്, ഒരു വിവാദവും ഇതിനകത്തില്ലല്ലോ. ശ്രീ ആന്റണി രാജു വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അവിടെ പാർട്ടിയുടെ തീരുമാനം ഉണ്ടാകും. മൂത്ത ആളുകൾ തന്നെ തല നരച്ചിട്ടില്ലെങ്കിലും ഈ ജാഥ നയിക്കും. അവര് പൂർണ്ണമായി ഈ കാര്യത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. അവർ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കൊടുക്കും. അതിന് തോക്കിനകത്ത് കയറി വെടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം ശ്രീ പ്രകാശ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കളങ്കിതരായ വ്യക്തിയും ഈ UDFന്റെ ജാഥ നയിക്കുന്ന പ്രശ്നമില്ല. പിന്നെ അതിൽ കൂടെ എന്ത് വേണം? അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് CF തോമസ് ആണ് മാറുന്നതെങ്കിൽ അതിലേക്ക് തലമുതിർന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ, മറ്റുള്ള ആളുകൾ അക്സെപ്റ്റൻസ് ഉള്ള മറ്റുള്ള നേതാക്കന്മാർ അവരെ നിർദ്ദേശിക്കുകയും അവർ ജാഥ നയിക്കുകയും ചെയ്യും. ഇതിനകത്തൊരു വിവാദമില്ല. ഒരു പ്രശ്നത്തിന്റെ യാതൊരു പ്രസക്തിയുമില്ല. തോക്കിനകത്ത് കയറി നമ്മളാരും വെടിവെക്കേണ്ട കാര്യമില്ല. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ശ്രീ അജയ് തറയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. CF തോമസ് ജാഥ നയിച്ചില്ലെങ്കിൽ മറ്റൊരു നേതാവ്. പക്ഷെ കളങ്കിതരായ ഒരു നേതാവ് ഈ ജാഥ നയിക്കുന്ന പ്രശ്നമില്ല. ഈ കളങ്കിതരായ നേതാവ് ജാഥ നയിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ CF തോമസിനെ പിൻവലിച്ച് ജോസ് കെ മാണിയെ ജാഥ ക്യാപ്റ്റനാക്കാൻ KM മാണി നടത്തിയ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് MLA-മാരുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, അതല്ലെങ്കിൽ ഇപ്പോൾ തുറന്നു പറയുന്നില്ലെങ്കിലും ജോണി നെല്ലൂർ UDF കൺവീനറെ അറിയിക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെ ഇന്ന് രാവിലെ ജോണി നെല്ലൂർ റിപ്പോർട്ടർ TV-യിൽ തന്നെ പറഞ്ഞിരുന്നു. തെറ്റുകാരെക്കുറിച്ചുള്ള ആ ജനാഭിപ്രായം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ജാഥ. അത് ഒരു ആരോപണ വിധേയം നയിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന്. കേരള കോൺഗ്രസ് M ഈ വികാരം മനസ്സിലാക്കുന്നില്ലേ? CF തോമസ് അല്ലെങ്കിൽ മറ്റൊരാൾ, ഒരിക്കലും ജോസ് കെ മാണിയെ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഈ ജോസ് കെ മാണിക്ക് എന്താണ് കളങ്കമുള്ളതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഇത് വെറുതെ അടിസ്ഥാനരഹിതമായി ആരെങ്കിലും എവിടെ നിന്നൊക്കെ വിളിച്ചു പറയുന്ന ആരോപണങ്ങൾ കേട്ടുകൊണ്ട് അവരൊക്കെ കളങ്കിതരാണെന്ന് മുദ്ര കുത്താൻ തുടങ്ങിയാൽ, അങ്ങനെയാണെങ്കിൽ ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സരിതാ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നതല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആരോപണം? അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി കളങ്കിതനാണെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഈ ഇവർ പറയുന്ന ഒന്നും തന്നെ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കുറിച്ചാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഒരുപക്ഷേ ബഹുമാനായ ശ്രീ അജയ് തറയിൽ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിലെ കളങ്കിതരായ ആരും തന്നെ ആ ജാഥയിൽ അവരുടെ പ്രതിനിധികളായിരിക്കില്ല. ശ്രീ ജോണി നെല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് നയിക്കാൻ കെൽപ്പുള്ള, ശേഷിയുള്ള, ജനങ്ങൾ അംഗീകരിക്കുന്ന, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നേതാക്കന്മാരുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ആര് വേണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നോ അവർ തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രതിനിധികളായി ജാഥകളിൽ പങ്കെടുക്കുക. അതിന് മറ്റേ പാർട്ടിയുടെ അഭിപ്രായം കേട്ടുകൊണ്ട് അവർ പറയുന്ന ആളുകളെ ഞങ്ങൾ തീരുമാനിച്ച് കൊടുക്കണമെങ്കിൽ മറ്റ് ഘടകകക്ഷികളിലെ ജാഥാ പ്രതിനിധികളെ ഞങ്ങളല്ലോ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കളങ്കിതരാണെന്ന് ആരെങ്കിലും കുറിച്ച് മുദ്രകുത്താൻ ശ്രമിച്ചാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഏതായാലും ഞങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ കേരള കോൺഗ്രസ് വ്യക്തമാണ്. ശ്രീ അജയ് തറയിൽ, കളങ്കിതർ എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി, അദ്ദേഹം സോളാർ കേസിൽ ആരോപണ വിധേയനാണ്. അതല്ലെങ്കിൽ പല ആരോപണങ്ങൾ കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും എതിരെ ഉയരുന്നു, അവരെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതോ ആക്ഷേപം ഉയർന്നു എന്ന് താങ്കൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെയാണോ? അല്ല, ഞാൻ പറഞ്ഞത് UDFന്റെ ജാഥ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് UDFന്റെ നല്ല വശങ്ങളെയും നല്ല ചിന്തകളെയും പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. UDFനെ ഏറ്റിരിക്കുന്ന കളങ്കം കഴുകിക്കളയാൻ വേണ്ടി ജനങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു ജാഥയാണ്. ആ ജാഥയിൽ കളങ്കിതരായ ആളുകൾ ജാഥ നയിക്കില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. അത് ആന്റണി രാജുവിന് കൊണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്താണെന്ന്. കളങ്കിതരായ ആളുകൾ ജാഥ നയിക്കില്ല എന്ന ഒരു കോമൺ ഫിലോസഫിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ജാഥ ജനങ്ങളിൽ കളങ്കം ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു പ്രസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയിൽ
കളങ്കതരായ ആളുകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ആർക്കെങ്കിലും കൊണ്ടതിൽ എന്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞത് ഒരു കോമൺ ഫിലോസഫി. വ്യക്തമാണ്. തുടരുക. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് ശ്രീ അജയ് തറയിലിനെ പോലെ UDF-നെ നയിക്കുന്ന കോൺഗ്രസിന്റെ ഒരു വക്താവ് ഈ മേഖലാ ജാഥകളിൽ ഒരു കളങ്കിതൻ ആ ജാഥ നയിക്കില്ല എന്ന് പറയുമ്പോൾ അത് താങ്കൾക്ക് കൊള്ളുന്നത്? എന്തിന് താങ്കൾ അതിന് മറുപടി പറയാൻ നിൽക്കുന്നു? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് UDF-ന്റെ ജാഥ നയിക്കുന്നവരാരും കളങ്കിതരായിരിക്കില്ല. കളങ്കിതരായ വ്യക്തികൾ ആരും ജാഥ നയിക്കുകയല്ല. അങ്ങനെയുള്ള പ്രാപ്തരായ വ്യക്തികൾ തന്നെയാണ് എല്ലാ പാർട്ടികളിലും ഉള്ളത്. പാർട്ടികൾക്കൊക്കെ അങ്ങനെ നയിക്കാൻ പ്രാപ്തിയുള്ള സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾ തന്നെയാണ് എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. ഞാൻ പറഞ്ഞത് ഈ കളങ്കിതരെന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നുള്ളവർ പറയട്ടെ. അത് ഞാൻ പറഞ്ഞത് ശ്രീ അജയ് തറയിൽ പറഞ്ഞപ്പോൾ ഇനി അവരുടെ പാർട്ടിയെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കളങ്കിതരായവരാരും തന്നെ കോൺഗ്രസ് പാർട്ടി പ്രതിനിധികളായിരിക്കില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ നിശ്ചയിക്കുന്ന നേതാക്കന്മാർ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ഈ 4 ജാഥകളിലും പങ്കെടുക്കും. അതിന് മറ്റ് പാർട്ടികളുടെ അഭിപ്രായമായിരിക്കില്ല അക്കാര്യത്തിൽ ഞങ്ങൾ തേടുന്നത്. ശ്രീ ജോണി നെല്ലൂർ, താങ്കൾ വൈസ് ക്യാപ്റ്റനായ ഈ ജാഥ ആരോപണ വിധേയനായ ഒരാൾ നയിക്കുന്നത് ശരിയാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ ശ്രീ അജയ് തറയിൽ പറയുന്നത് പോലെ ആ ജാഥ ക്യാപ്റ്റന് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ കളങ്കിത വ്യക്തിത്വത്തിന് മറുപടി പറയുക, ആ കളങ്കിത വ്യക്തിത്വം സത്യസന്ധതയെക്കുറിച്ച് നീതിയെക്കുറിച്ച് വിശദീകരിക്കുക, അതിൻ്റെ പുറകിൽ താങ്കളും അത് ശരിയാണ് എന്ന് പറഞ്ഞു പോവുക, അതിന് ശ്രീ ജോണി നെല്ലൂരിനെ കിട്ടുമോ? ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എം നിരവധി മുതിർന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് തന്നെ ഈ ജാഥ നയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ തല നരയ്ക്കുന്നത് ആണ് തല മുതിർന്ന നേതാവിൻ്റെ ലക്ഷണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആന്റണി രാജു അങ്ങനെ കരുതിയത് എന്താണെന്ന് എനിക്കറിയില്ല. തല നരയ്ക്കാത്തവരായ നല്ല മിടുമിടുക്കന്മാരായ ഊർജ്ജസ്വലരായ നേതാക്കന്മാർ ധാരാളമുണ്ട്. ഞാൻ ഒരു നേതാവിനെയും കുറച്ച് മിടുക്കന്മാരിൽ ജോസ് കെ മാണി ഉൾപ്പെടുമോ? തലമുതിർന്ന ഒരു നേതാവിന്റെ കീഴിൽ ഒരു ജാഥയുടെ ഉപനായകനായി അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. ആര് കേരള കോൺഗ്രസ് എമ്മിന്റെ ആളാകണമെന്നുള്ളത് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ നേതൃയോഗം ചേർന്നപ്പോൾ അതിൻ്റെ നേതാക്കൾ ഉൾപ്പെടെടുത്ത ഒരു തീരുമാനമാണ്. നമ്മുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ തന്നെ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കണം. അതാണല്ലോ ഞാൻ എൻ്റെ പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അതിൻ്റെ ഉപനായകനാകാൻ തയ്യാറായത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ എത്രയോ ജനറൽ സെക്രട്ടറിമാരുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ വേറെ നേതാക്കന്മാരില്ലേ, ഞാനും അങ്ങനെ മാറ്റി കൊടുക്കുമായിരുന്നല്ലോ. അപ്പൊ ആ വിധത്തിലല്ല അത് കാണേണ്ടത്. ഈ ജാതിയുടെ ഒരു ഗൗരവം എന്തിനാ ഈ ജാഥ പോകുന്നത് വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. ശ്രീ ജോണി നെല്ലൂർ, ഈ തീരുമാനം 6-ന് എടുക്കുമ്പോഴും പിന്നീട് പ്രവർത്തക യോഗം ചേരുമ്പോഴും എല്ലാം CF തോമസ് അദ്ദേഹം അതിന് ഇടയ്ക്ക് താങ്കൾ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകും. അദ്ദേഹം അങ്ങനെ ആരോഗ്യപരമായ പ്രശ്നം തുടക്കം മുതലേ ഉള്ള ഒരാളാണ്, അതിൽ പറ്റില്ലാത്തത് കൊണ്ട് ഒഴിയുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ CF തോമസ് തന്നെ നയിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, CF തോമസ് സാറാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന് കേട്ടപ്പോൾ എനിക്കേറെ സന്തോഷവും അഭിമാനവും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനാകുവാൻ എൻ്റെ പേര് ഞങ്ങളുടെ പാർട്ടി നിർദ്ദേശിച്ചത്. അദ്ദേഹം മാറുന്നു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായി എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇനി ആരാണ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്ന് അറിയുമ്പോൾ തീർച്ചയായും ആ അറിയുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയും ചിലപ്പോൾ ഗൗരവമായി ആലോചിക്കേണ്ടി വരും. ആളെ മാറ്റണമോ, ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ വേണമോ, അതോ മറ്റാരെങ്കിലും വേണമോ ആ ജാഥ നയിക്കാൻ, അല്ല ഉപനായകനാകാൻ എന്നൊക്കെ തീരുമാനിക്കേണ്ടി വരും. ഏതായാലും കേരള കോൺഗ്രസ് എം മുതിർന്നൊരു നേതാവിനെ തന്നെ ശ്രീ ജോണി നെല്ലൂർ, ജോസ് കെ മാണിയെയാണ് കേരള കോൺഗ്രസ് എം അവരുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ തലനരിക്കുന്നതല്ലോ മാനദണ്ഡം. അതനുസരിച്ച് ഈ ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് കീഴിൽ തുടരാൻ താങ്കൾക്ക് കഴിയുമോ? ശ്രീ ആന്റണി രാജു പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർ വയ്ക്കും. അതിൻ്റെ കീഴിൽ ഒരു വൈസ് ക്യാപ്റ്റനായി ഈ അഴിമതിക്കെതിരെ ജാഥ നടത്താൻ ശ്രീ ജോണി നെല്ലൂർ തയ്യാറാകുമോ? നേരിട്ട് കാര്യം പറയൂ. എന്നെ UDF നേതൃത്വം എന്നോട് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല, മുന്നണിക്ക് വേണ്ടി മുന്നണി ഏൽപ്പിക്കുന്ന ജോലി വളരെ ഭംഗിയായി
ഞാൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. മുന്നണി ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ഏറ്റെടുത്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ മുന്നണി ജോസ് കെ മാണിക്ക് കീഴിലാണെങ്കിൽ താങ്കൾ തയ്യാറാകും? അല്ല, ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെ ക്യാപ്റ്റനായി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കുന്ന പക്ഷം എന്ത് വേണമെന്നുള്ള കാര്യം അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. ശ്രീ ആന്റണി രാജു, ശ്രീ ജോണി നെല്ലൂരിന് അതേ പറയാൻ കഴിയൂ. അതായത് ജോസ് കെ മാണിയാണ് ക്യാപ്റ്റനെങ്കിൽ ജോണി നെല്ലൂർ അതിൽ ചിലപ്പോൾ വൈസ് ക്യാപ്റ്റനായി ഉണ്ടാകില്ല, അവർ വേറൊരാളെ ചിലപ്പോൾ അതിലേക്ക് തരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി, ഈ സർക്കാരിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മേഖലാ ജാഥകൾ നടത്തുന്നു. ഇപ്പോൾ മധ്യ കേരളത്തിൽ നടത്തുന്ന ഈ ജാഥ നിങ്ങളുടെ ഒരു നിലപാട് മൂലം ഒരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ജാഥയെ വച്ച് വില പേശുകയാണോ? കാരണം കേൾക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ, വിജിലൻസ് കേസ് അത് അനുകൂലമായി പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകിയില്ലെങ്കിൽ ഈ ജാഥയുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന ഒരു നിലപാട്, ആ ഒരു സമ്മർദ്ദം, അതുകൊണ്ടാണ് CF തോമസിനെ മാറ്റുകയും പുതിയൊരാളെ നൽകുകയും ചെയ്യാത്തത്. ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞു ഫ്ലെക്സ് അടിക്കണം, അതനുസരിച്ചുള്ള വാഹനങ്ങൾ തയ്യാറാക്കണം. ഫോട്ടോ ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് ഫ്ലെക്സ് അടിക്കാൻ CF തോമസ് ഇല്ല എന്ന്. മനഃപൂർവ്വം അവസാന നിമിഷം നിങ്ങൾ ഒരു ക്യാപ്റ്റനെ കൊടുത്താലും അത് ജാഥയുടെ പ്രചാരണത്തെ ബാധിക്കും. നിങ്ങൾ വില പേശുകയാണോ? പ്രകാശേ, ഇതൊക്കെ എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്. ഞങ്ങളും കൂടി ഇരുന്ന് എടുത്തൊരു തീരുമാനം, ഞങ്ങൾ നയിക്കേണ്ട ജാഥ, ഞങ്ങൾ നയിക്കുന്നൊരു മുന്നണിയിൽ ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായ ഒരു കേസിൻ്റെ പേരിൽ ഞങ്ങൾ ജാഥ വെച്ച് വിലപേശണമെന്ന് പറഞ്ഞത് ആര് വിശ്വസിക്കാനാണ്? മാത്രമല്ല, ഞാനൊരു കാര്യം പറയാം. ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ശ്രീ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആ ജാഥ നടക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ പോലും ഉണ്ടാകാതെ അദ്ദേഹം വ്യക്തിപരമായ കുടുംബപരമായ ഒരു ആവശ്യത്തിന് ഒരു ഫാമിലി പരിപാടിയുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ഈ ജാഥ നടക്കുന്ന ദിവസം അദ്ദേഹം കോട്ടയത്ത് പോലും സന്നിഹിതരാകാൻ ചിലപ്പോൾ കഴിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ, ശ്രീ ജോസ് കെ മാണിയുടെ പേര് അനാവശ്യമായി ഇവിടെ ഈ ചർച്ചയിൽ വലിച്ചിഴക്കുകയാണ്. മറ്റൊന്നുകൂടി ഞാൻ പറയാൻ, ശ്രീ ജോസ് കെ മാണിക്ക് ഈ ജാഥ നയിക്കുന്നതിന് ഒരു അയോഗ്യത പോലുമില്ല. അതുകൊണ്ട് ശ്രീ ജോസ് കെ മാണിയുടെ പേര് അനാവശ്യമായി ഇവിടെ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത്. ആ ഒരു പേര് പിന്നെ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചഴിച്ച് വാർത്തയുണ്ടാക്കാൻ ചിലർ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ്. അത് ഒരു കാരണവശാലും ശരിയല്ല. ശ്രീ ആന്റണി രാജു, ജോസ് കെ മാണി ഇതിന് സന്നദ്ധനല്ല. CF തോമസിന് അദ്ദേഹത്തിൻ്റെ കഴിയില്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഇത്ര പ്രാധാന്യത്തോടു കൂടി UDF ചർച്ച ചെയ്ത്, പലവട്ടം ചർച്ച ചെയ്ത് ഒരു മേഖലാ ജാഥകൾ പ്ലാൻ ചെയ്യുന്നു? അതിലേക്ക് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ, നിങ്ങളാണ് അതിൻ്റെ ക്യാപ്റ്റൻ, കേരള കോൺഗ്രസ് എമ്മിനാണ് മധ്യ കേരളത്തിൽ നടക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം നൽകിയിട്ടുള്ളത്. ഒരാളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? എന്താണ് നിങ്ങളുടെ നിലപാട്? പ്രകാശ്, ഇതിനകത്ത് CF തോമസിനെയാണ് ഞങ്ങൾ ജാഥ ക്യാപ്റ്റനായി നിയോഗിച്ചിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ആരോഗ്യകരമായ ഒരു പ്രശ്നം കാരണം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അടുത്ത ദിവസം അറിയിക്കുമ്പോൾ മറ്റൊരാളെ നിശ്ചയിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നീണ്ട 13 ദിവസമുണ്ട്. ഫ്ലക്സൊക്കെ അടിക്കാൻ 13 മണിക്കൂർ പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യഥാസമയം ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റനെ ഞങ്ങൾ നിശ്ചയിച്ചു കൊടുക്കും. ജോണി നെല്ലൂരിനൊന്നും ഫ്ലക്സ് അടിക്കുന്നതിന് ഒരു കാലതാമസം ഞങ്ങൾ ഉണ്ടാക്കുകയില്ല. ജാഥയുടെ നടത്തിപ്പിന് ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ല. ഞങ്ങൾ 4 ജാഥകളിലും കേരള കോൺഗ്രസ് പാർട്ടി സജീവമായി തന്നെ പങ്കെടുക്കും. ജാഥയിലുള്ള പേരുകളെല്ലാം യഥാസമയം ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ശ്രീ ജോണി നെല്ലൂർ, ഈ UDFനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. മധ്യ കേരളത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പ്രധാനമായും മറുപടി പറയേണ്ടി വരുന്നത് KM മാണിക്കും അദ്ദേഹത്തിൻ്റെ മകനും എതിരായ ആരോപണമാണ്. ഒപ്പം K ബാബുവിനെതിരായ ആരോപണവും, അതും ഈ ജാഥയുടെ പരിധിയിലാണ്, ആ മണ്ഡലവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് തുടക്കത്തിലെ തന്നെ പ്രവർത്തകയോഗം കഴിയുമ്പോഴേക്കും അതിൻ്റെ ക്യാപ്റ്റൻ തന്നെ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഇല്ലാതെ ഇനിയൊരു ക്യാപ്റ്റനെ തരും. ആ ക്യാപ്റ്റനെ തരുമ്പോൾ അത് വെച്ച് നിങ്ങൾ പോകണം. എങ്ങനെ നിങ്ങൾക്ക് UDF പ്ലാൻ ചെയ്ത, സംസ്ഥാന തലത്തിൽ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി, ഒരു ക്യാമ്പയിൻ, അതെങ്ങനെ ഇങ്ങനെ തകരാറിലേക്ക് നീങ്ങുന്നു? ഇത് പ്രകാശ്, ഈ ജാഥ തീരുമാനിച്ച ശേഷം UDFന്റെ മലബാർ മേഖലാ ജാഥയിൽ നിന്ന് വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ പിന്മാറുന്നു എന്ന വാർത്ത വന്നു. ഇപ്പം എന്തായി? നിസാര ചർച്ചകളിലൂടെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞു.
കേരള കോൺഗ്രസ് എം നൽകേണ്ട ക്യാപ്റ്റന്റെ പേര് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അവർ നൽകുമെന്നാണല്ലോ അവർ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഒരു സംശയവും വേണ്ട. UDF തീരുമാനിച്ചിരിക്കുന്ന ഈ ജാഥകൾ ഭംഗിയായി നടക്കുമെന്ന് മാത്രമല്ല, ജാഥകൾ തീരുന്നതോടുകൂടി കേരളത്തിൽ ഇന്ന് UDF ഗവൺമെന്റിനെതിരെ അവിടെയും ഇവിടെയും ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറി ഒരു നല്ല അന്തരീക്ഷം ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അത്ഭുതപ്പെടാൻ പോവുകയാണ് ജാഥ കഴിയുമ്പോൾ. ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് UDF ജാഥ. അതിൽ പ്രധാനമായും മറുപടി പറയേണ്ടത് KM മാണിക്കും അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിക്കും എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലാണ്. അതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മില്ല. അതിന് ന്യായങ്ങൾ ഏറെയാണ്. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ആന്റണി രാജു, ശ്രീ PC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.